ഇനി നമ്മൾ പഠിക്കുന്നത് പ്ലാനിംഗ് ആണ്. അതായത് നമ്മൾ പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമായിട്ട് സിലബസിൻ്റെ അണ്ടറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിലബസിൻ്റെ ബ്രാക്കറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാനിംഗ് ഉണ്ട്, അതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസസ് വരുന്നുണ്ട്. പബ്ലിക് അവയർനെസ് ട്രെയിനിങ് ആൻഡ് എക്സസൈസ്, പബ്ലിക് അവയർനെസ് എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്ലാൻ എന്തെങ്കിലും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടോ, എന്തിനാണ് ഇങ്ങനെ പ്ലാനിങ്ങുകൾ വരുന്നത്, പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ റിമെമ്പർ, നമുക്ക് പഠിക്കാനുള്ള സിലബസിൽ നിങ്ങളിപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അതിലൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഉള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സിലബസിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് കവർ ചെയ്യേണ്ടി വരും? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യേണ്ടി വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന സിലബസിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നത്. ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൻ്റെ അണ്ടറിലായിരിക്കും ഒരു അതോറിറ്റിയെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട ആക്ടിവിറ്റീസ്, ഇപ്പം മിറ്റിഗേഷൻ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓരോ സൈക്കിളില്ലേ, ആ സൈക്ലിക്കൽ പ്രോസസ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ കാര്യങ്ങളും പ്ലാനിൻ്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പ്ലാൻ എടുത്ത് വെച്ചിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. പ്ലാനിൽ എന്താണോ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഒരു പ്ലാൻ എന്തിനാണ്, പ്ലാൻ ആര് തയ്യാറാക്കുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു ജനറലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു സൈക്കിൾ പഠിച്ചു പോകുന്നതിൻ്റെ അണ്ടറിൽ പഠിക്കുക. പിന്നെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പം ആ ഒരു അർത്ഥത്തിൽ എന്താണ്, ആക്റ്റിൽ പറയുന്ന പല കാര്യങ്ങളുമാണ് സിലബസിലുള്ളത്. അപ്പോൾ നമ്മൾ ആക്ട് സെപ്പറേറ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. സോ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. സോ ജനറലി സിലബസ് പോകുന്ന ഓർഡറിൽ നമുക്ക് പ്ലാനിങ് എന്താണ്, പ്ലാനുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ആരാണ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്, ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ലെവലിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് പ്ലാനുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഒരു ജനറൽ അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ഒരു എമർജൻസി, ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ റെസ്പോൺസ് പ്ലാനിങ്ങുകളും മറ്റു കാര്യങ്ങളുമൊക്കെ തയ്യാറാക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇവൻ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു രീതിയിൽ ഈ പറയുന്ന സൈക്കിളിലെ ഓരോരോ സ്റ്റേജുകളെയും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുമ്പം, അതായത് മിറ്റിഗേഷണൽ ആക്ടിവിറ്റീസ് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുമ്പം, പ്രിപ്പയർനെസ്, ദെൻ റെസ്പോൺസ് റിക്കവറി, ഈ ഭാഗങ്ങളൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ കോർഡിനേഷൻ ഇല്ലാതെ ഇതൊന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുണ്ടാകും എന്നുള്ളൊരു സാധ്യത നിലനിൽക്കുമ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓർഗനൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ്, കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. പിന്നെ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്തെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ക്വിക്ക് ഡിസിഷൻസ് എടുക്കേണ്ട ഒരു സമയമാണ്. ക്വിക്ക് ഡിസിഷൻസ് എടുക്കുക, അതേപോലെ തന്നെ ഇപ്പം ഡിസാസ്റ്ററിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷോക്ക്ഡ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ പോവുകയൊക്കെ വരും. അപ്പം നമ്മൾ മുന്നേ പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെ ടൈം സേവ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അതുവഴി എന്താണ് ലക്ഷ്യമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡി റിക്കവറി, അതേപോലെ തന്നെ ഡിസാസ്റ്ററിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്നുള്ളത്. ആളുകളുടെ എത്ര ക്വിക്കായിട്ട് നമ്മൾ റെസ്പോൺസ് കൊണ്ടുവരുന്നോ അതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് കുറയുന്നത്. നമ്മൾ എന്ത് മിറ്റിഗേഷണൽ അഡോപ്ഷൻസ് ആണ് എടുത്തിട്ടുള്ളത്, ആക്ടിവിറ്റീസ് ആണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ഈ റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, പ്ലാനിങ് ആണ്. സോ ഇൻ ദ ഇവൻറ്റ് ഓഫ് എ ഡിസാസ്റ്റർ ഈച്ച് ഗവൺമെൻറ് ജുറിസ്ഡിക്ഷണൽ ലെവൽ വിൽ ബി എക്സ്പെക്റ്റഡ് ഓർ റിക്വയർഡ് ടു പെർഫോം എ റേഞ്ച് ഓഫ് ടാസ്ക് ആൻഡ് ഫങ്ഷൻസ് ഇൻ ദ ലീഡപ്പ് ടു ഇറ്റ്സ് ആഫ്റ്റർമാത്ത്. അതായത് ഇപ്പോൾ ഒരു ഇവൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോക്കൽ കമ്മ്യൂണിറ്റി ഇറങ്ങി എല്ലാം ചെയ്ത് അവർ പോവുക എന്നുള്ളതല്ല. ഗവൺമെൻറ്, നാഷണൽ ഗവൺമെൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ദെൻ ലോക്കൽ അതോറിറ്റീസിലേക്ക് വരുമ്പോൾ അങ്ങനെയുണ്ട്. ദെൻ ആദ്യത്തെ റെസ്പോണ്ടേഴ്സ്, പിന്നെ അവിടെ നിന്ന് താഴേക്ക് ഓരോ യൂണിറ്റുകൾ, ഇപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഈവൻ എന്താണ് ഏറ്റവും താഴത്തെ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ്, ഡിസ്ട്രിക്ട് കളക്ടേഴ്സ്, മീൻസ് അതിൻ്റെ താഴേക്ക് വരുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി ഓരോ ആളുകൾക്കും അവരുടേതായ രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ എന്താണ്, അവർ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഗവൺമെൻറ് മസ്റ്റ് നോ വെൽ ഇൻ അഡ്വാൻസ് നോട്ട് ഓൺലി വാട്ട് ദേ വിൽ നീഡ് ടു ഡു ബട്ട് ഓൾസോ ഹൗ ദേ വിൽ ഡു. അപ്പം ഓരോ ലെവലിലുള്ള ആളുകൾക്കും എന്താണ്, കൃത്യമായി അറിഞ്ഞിരിക്കണം അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും അവരത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും. ദെൻ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് എക്വിപ്ഡ് ആയിരിക്കണം എന്നുള്ളത്, ആരെയൊക്കെയാണ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ കൃത്യമായ
ധാരണ, ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ പറ്റിയിട്ടും എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും എന്തൊക്കെയാണ് ഓരോ ആളുകളും ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുമൊക്കെയുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇതിങ്ങനെ ഒരു ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത്? ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ടല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇനി പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചധികം കാര്യങ്ങളും കുറച്ചധികം ടേംസും ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുക, ഒരു ഹസാർഡിനെ പറ്റിയിട്ട് അറിയുക. ഈ ഹസാർഡ് ഉണ്ടാകാൻ പോകുന്ന റിസ്ക്, അത് അഫക്റ്റ് ചെയ്യുന്ന സൊസൈറ്റി, അത് എത്രത്തോളം വൾണറബിൾ ആണ് ഈ പറയുന്ന ഹസാർഡിനോട്, അങ്ങനെ ആ ഒരു ഏരിയയുടെ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. അപ്പം ഓരോ അതോറിറ്റി, ഇപ്പം നാഷണൽ ഗവൺമെൻറ് എന്ന് പറയുമ്പം ഇന്ത്യ ആസ് എ ഹോൾ എന്നുള്ളൊരു രീതിയിലായിരിക്കും. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. ദെൻ സ്റ്റേറ്റ് അതോറിറ്റിയിലേക്ക് പോകുമ്പം സ്റ്റേറ്റ് നേരിടുന്ന പ്രശ്നങ്ങൾ സ്റ്റേറ്റിനറിയാം എന്താണ് അവരുടെ ആ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്താണെന്നുള്ളത്. അതിന് താഴേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് പോകുമ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ ബേസ്ഡ് ആയിട്ട് വരുന്നു. അപ്പോൾ ഓരോ ആളുകളും എന്താണ് ഈ പറയുന്ന രീതിയിൽ ഈ പൊട്ടൻഷ്യൽ വൾണറബിലിറ്റി, ആ സൊസൈറ്റിയുടെ വൾണറബിലിറ്റി എത്ര ഉണ്ട്, അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഹസാർഡുകൾ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് പ്ലാനിങ്ങിലേക്ക് പോകുന്നത്. ഇനി ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ പ്ലാനിങ്ങിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ള കുറച്ച് ടേമുകൾ പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ടേക്കൺ ടു റെഡ്യൂസ് ദ ഡിസാസ്റ്റർ റിസ്ക് ഓഫ് എ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ഓഫ് ഓർ ആൻ ഓർഗനൈസേഷൻ. അതായത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ അതോറിറ്റി അതവിടെ നിന്നുകൊള്ളട്ടെ, അവർ ഹസാർഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൻ്റെ പിന്നെ ഇമ്പാക്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഡിസാസ്റ്ററിൽ നിന്നുണ്ടാകുന്ന റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ പേര് ഇറ്റ് സെൽഫ് എന്താണ്, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഡിസാസ്റ്ററിനെ തുടർന്നുണ്ടാകുന്ന ആ റിസ്ക് ഉണ്ടല്ലോ, ആ റിസ്ക് എന്ന് പറയുന്ന സംഗതിയെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസാർഡ് റിസ്ക് വൾണറബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. അതാണ് HRVA എന്ന് വിളിക്കും, ഹസാർഡ് റിസ്ക് വൾണറബിലിറ്റി അനാലിസിസ്. സോ ഇതെന്താണ്, ഇറ്റ് ഈസ് ടു ഐഡൻറ്റിഫൈ ദ പ്രോബബിൾ ഹസാർഡ്സ് ആൻഡ് ഇറ്റ്സ് വൾണറബിലിറ്റി ആൻഡ് എക്സ്പോഷർ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഹസാർഡ് റിസ്ക് ആൻഡ് വൾണറബിലിറ്റി അനാലിസിസ് എന്നുള്ളതാണ്. അപ്പോൾ ഹസാർഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, ആ ഹസാർഡ് മുന്നോട്ട് വെക്കുന്ന റിസ്ക് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് അഫക്റ്റ് ചെയ്യുന്ന സൊസൈറ്റി എത്രത്തോളം ഇതിന് വൾണറബിൾ ആണ്, അല്ലെങ്കിൽ ഇതിനത്തോളം എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു സാധ്യത എന്നുള്ളത്. സൊസൈറ്റി ആയിക്കൊള്ളട്ടെ, എന്തിനാണോ അഫക്റ്റ് ചെയ്യുന്നത് അത് എത്രത്തോളം വൾണറബിൾ ആണ് എന്നുള്ളതാണ്. ഇതിനെ കോപ്പ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ദുർബലമാണ് ഈ ഒരു ഇമ്പാക്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ആ ഒരു ആളോ അല്ലെങ്കിൽ ആ സമൂഹമോ അല്ലെങ്കിൽ എന്താണോ വസ്തുവാണോ എന്നുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ലൈക്ക് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ദ എക്സിസ്റ്റിംഗ് പ്രിപ്പയർനെസ് ലെവൽ ആൻഡ് കപ്പാസിറ്റി ആൻഡ് ഐഡൻറ്റിഫൈ മെഷേഴ്സ് ടു അഡ്രസ് ദ ഗ്യാപ്പ്. അപ്പം നിലവിൽ ഇപ്പോൾ നമുക്ക് എന്താണ് ഹസാർഡ് എന്താണെന്ന് മനസ്സിലായി, അത് മുന്നോട്ട് വെക്കുന്ന റിസ്ക് എന്താണെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കാര്യവും നമ്മുടെ കാര്യവും എന്താണെന്നുള്ള കാര്യവും മനസ്സിലായി. കാരണം എനിക്ക് ഇത്രയ്ക്കൊക്കെ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യവും മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കപ്പാസിറ്റി ബിൽഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഒരാളെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഇറ്റ് സെൽഫ് കോപ്പ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പം നിലവിൽ ഞാൻ എത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം എന്താണ് അതിനെ ചെറുത്ത് നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. എവിടെയെങ്കിലും എന്താണ് ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സിങ് ദ ഗ്യാപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെയെങ്കിലും മിസ്മാച്ചുകളോ അല്ലെങ്കിൽ പോരായ്മകളോ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത് തന്നെയാണല്ലോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമുക്ക് ഹസാർഡ് മനസ്സിലായി, റിസ്ക് മനസ്സിലായി, നമ്മളുടെ പ്രശ്നം വൾണറബിലിറ്റി മനസ്സിലായി. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ഞാൻ ഇനി നിലവിൽ എത്രത്തോളം പ്രിപ്പയർഡ് ആണ്, ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഗ്യാപ്പുകളുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. ദെൻ എ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഈസ് ഡ്രോൺ അപ്പ് ടു ഫോർമലൈസ് ദ അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഏർലി വാർണിംഗ്, റെസ്പോൺസ്, റിക്കവറി ഫ്രം ഡിസാസ്റ്റർ. ദെൻ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കും. അതനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇപ്പം പ്ലാൻ നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇവൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു ഏർലി വാർണിംഗ് കൊണ്ടുവരാൻ പറ്റും. അതനുസരിച്ചിട്ട് ക്വിക്കായിട്ട് റെസ്പോൺസ് കൊണ്ടുവരാൻ പറ്റും. അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മളുടെ റിക്കവറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ എന്നതിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പം അതുമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി പ്ലാനിങ് ഫേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെ ആയിരിക്കും ആ ഒരു പ്ലാനിങ് ഫേസിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. നമ്മൾ ആദ്യം കണ്ട ഹസാർഡ്, റിസ്ക്, വൾണറബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് പൊട്ടൻഷ്യൽ ഹസാർഡ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, വൾണറബിലിറ്റി നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം GIS ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഫ്ലഡ് പ്രോൺ ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ അണ്ടറിൽ പെടുന്ന ഒരു കാര്യമാണ്. ദെൻ ഫോർമുലേറ്റിംഗ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻസ്, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ട് ഇപ്പം തട്ടായിട്ടാണെന്നുണ്ടെങ്കിലും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു രീതിയിലാണെന്നുണ്ടെങ്കിലും നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും ഡിപ്പാർട്ട്മെൻറ്റ് ലെവലുകളുമൊക്കെ ആയിട്ട് പ്ലാനുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. ഇവാക്യുവേഷൻ റൂട്ടുകളെ പറ്റിയിട്ടുണ്ട്, റിസോഴ്സ് ഇൻവെൻ്ററി ഉണ്ട്, എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളുകൾ, കോർഡിനേഷൻ മെക്കാനിസംസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേക്കും ഈ സാധനമൊക്കെ അതിൽ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ പറയണമെന്നില്ല. ദെൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, ഇപ്പം തോന്നുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഡിസാസ്റ്റർ സിനാരിയോ വരുമ്പം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. SOP എന്ന് പറയുന്നത് അത് എല്ലായിടവും നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗസ്ഥർക്കും അവരുടെ റോളുകൾ എന്താണെന്നുള്ളത് കൃത്യം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ദെൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിലും കൊടുത്തിട്ടുള്ള ഇൻസിഡൻറ്റ് കമാൻഡർ, മെഡിക്കൽ ഓഫീസർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റേജുകളിൽ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സുമൊക്കെയാണ്, ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്നവരാണ്. അവരൊക്കെ നമ്മൾ കാണും എവിടെയാണെന്നൊക്കെ ഉള്ളത്. സോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എവിടെ വരുന്നത്, പ്ലാനിങ് ഫേസിൽ വരുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ ഹസാർഡ്, റിസ്ക് ആൻഡ് വൾണറബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, HRVA എന്ന് പറയുന്നത്. അതൊരു ഇക്വേഷനും ഒക്കെ വരുന്നുണ്ട് അതിനകത്ത്. അതൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. നമ്മുടെ പ്ലാനിനകത്തുമൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൻ്റെ അണ്ടറിലൊക്കെ പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ PSCയുടെ പുതിയ പാറ്റേൺസ് ഒക്കെ അല്ല, ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂസൊക്കെ ഇതിൻ്റെ ഒരു ടേംസ് ഒക്കെ തന്നതിന് ശേഷം HRVA ഒന്ന് ഹസാർഡ് അല്ലെങ്കിൽ റിസ്ക് എത്രത്തോളം ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം വേണമെങ്കിലും തരാം. പ്രോബബിലിറ്റി ഉണ്ട് അതിനുള്ള. സോ ഹസാർഡ്, റിസ്ക് ആൻഡ് വൾണറബിലിറ്റി അനാലിസിസ് ദ കമ്പൈൻഡ് പ്രോസസ് ഓഫ് ക്വാണ്ടിഫൈയിങ്. അതായത് നമുക്കിപ്പോൾ ഹസാർഡിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത്ര ഹസാർഡ് എന്നുള്ളൊരു രീതിയിലൊന്നും അതിൻ്റെ തോത് പറയാനൊന്നും ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല. കാരണം അതൊരു നടക്കുന്നൊരു സംഭവമല്ല. അതിന് നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും? റിസ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എങ്ങനെ അളക്കാൻ പറ്റും? ഒരു കമ്മ്യൂണിറ്റിയുടെ വൾണറബിലിറ്റി അപ്പോൾ എങ്ങനെ ടോട്ടലി നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും? അതിനൊരു ക്വാണ്ടിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന HRVA എന്ന് പറയുന്നത്. സോ എന്തിനെയൊക്കെയാണ് അത് ക്വാണ്ടിഫൈ ചെയ്യുന്നത്? ദ ഫസ്റ്റ് വൺ ഈസ് സ്പേഷ്യോ ടെമ്പോറൽ റിട്ടേൺ പ്രോബബിലിറ്റീസ് ഓഫ് വേരിയസ് ഹസാർഡ്സ്. എന്താണ് സ്പേഷ്യോ ടെമ്പോറൽ റിട്ടേൺ പ്രോബബിലിറ്റീസ് ഓഫ് വേരിയസ് ഹസാർഡ്സ്? അതായത് ഒരു ഹസാർഡ് അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം ഏരിയ കവേർഡ് ആകുന്നു എന്നുള്ളത്, അതേപോലെ എത്ര സമയത്തേക്ക് എത്ര കാലത്തേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് നിൽക്കുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നു. Then the expected degree of damage that a given element or set of elements at risk is exposed to. അതായത് ഒരു ഹസാർഡ് ഉണ്ടാകുമ്പം അത് അഫക്റ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റുകളുണ്ടല്ലോ, പീപ്പിൾ, കമ്മ്യൂണിറ്റി, പ്രോപ്പർട്ടി എന്തുമായിക്കൊള്ളട്ടെ, അതിന് എത്രത്തോളം ഡാമേജ് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ തോത്, അതിനെയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വാണ്ടിഫൈ ചെയ്യുന്നത്. നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്ന ഇപ്പോൾ കണ്ടാൽ നമുക്ക് ഓക്കെ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റും. പക്ഷേ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു തോതായിട്ട് പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന HRVA എന്ന് പറയുന്നത്. നെക്സ്റ്റ്, the expected monetary losses when a given area is exposed to hazards within a given period of time. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഹസാർഡ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം എക്കണോമിക് ലോസസ്, അതായത് പണം പരമായിട്ടുള്ള നഷ്ടം എത്രത്തോളമാണ്, മോണിറ്ററി ലോസസ് എത്രത്തോളമാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത്, ധനനഷ്ടം എത്രത്തോളമാണെന്നുള്ളത്. ഓക്കെ, സോ എ ഡിസാസ്റ്റർ ഈസ് വെൻ ദ ത്രെറ്റ് ഓഫ് ഹസാർഡ് ബിക്കം റിയാലിറ്റി ആൻഡ് ഇമ്പാക്ട് എ വൾണറബിൾ സൊസൈറ്റി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച ഹസാർഡ് വേഴ്സസ് ഡിസാസ്റ്റർ അല്ലേ, അതിൻ്റെ കോർ ബേസിക് ഐഡിയ വെച്ചുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത്. അതായത് ഈ ഒരു ഹസാർഡ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ത്രെറ്റ്, ഓക്കെ, അത് എത്രത്തോളം ഈ സൊസൈറ്റി ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് പറയുക, ഒരു ഹസാർഡിനെ ഒരു ഹസാർഡ് ടു ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു കാര്യം പറയുക. അപ്പോൾ അത് റിയലൈസ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് HRVA എന്ന് പറയുന്ന ഒരു സംഗതിയെ കൊണ്ട് ക്വാണ്ടിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നൗ in the context of HVRA, the term hazard, vulnerability, risk has specific definitions. അതായത് തുടർന്ന് അങ്ങോട്ടൊരു ഇക്വേഷൻ വരുന്നുണ്ട്. ആ ഇക്വേഷനിൽ നമ്മൾ ഹസാർഡും വൾണറബിലിറ്റിയും
റിസ്ക്കും ഒക്കെ എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടേമിൽ HVRA എന്ന് പറയുന്ന സംഗതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം എന്താണ്, റിസ്ക് മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെയാണ്. അപ്പോൾ റിസ്ക് ഇസിക്കൽ ടു എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ അവിടെ ഓരോ യൂസ് ചെയ്യുന്ന വാല്യൂസിനും ഓരോ യൂസ് ചെയ്യുന്ന ആ ഒരു ടേംസിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് മീനിങ് ഉണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഹസാർഡ് എന്ന് പറയുന്ന ഒരു മീനിങ്ങോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. സോ ഇവിടുത്തെ ഹസാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദി ഒക്കറൻസ് ഓഫ് എ പൊട്ടൻഷ്യലി ഡാമേജിങ് ഫിനോമിനൻ വിത്തിൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഇൻ എ ഗിവൺ ഏരിയ. അപ്പോൾ ഹസാർഡ് എന്നതുകൊണ്ട് ഇവിടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, എർത്ത് എന്ന് പറയുന്നൊരു സംഗതിയല്ല. അപ്പോൾ അതൊരു ക്വാളിറ്റിയാണ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു ഡാമേജിങ് ഫിനോമിനൻ ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ള വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ദി ഒക്കറൻസ് ഓഫ് എ ഡാമേജിങ് ഇവൻറ്റ്. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു ഡാമേജിങ് ആയിട്ടുള്ള ഒരു കലാമിറ്റി ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഹസാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വൾണറബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഡിഗ്രി ഓഫ് ലോസ് ടു എ ഗിവൺ എലമെൻറ്റ് ഓർ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് അറ്റ് റിസ്ക് റിസൾട്ടിങ് ഫ്രം ദി ഒക്കറൻസ് ഓഫ് എ നാച്ചുറൽ ഫിനോമിനൻ ഓഫ് എ ഗിവൺ മാഗ്നിറ്റ്യൂഡ്. ഒരു പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ഫിനോമിനൻ ഒരു സ്ഥലത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നഷ്ടം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ടോട്ടൽ കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ ഏതിനാണോ പഠിക്കാനെടുക്കുന്നത് അതിന് എത്രത്തോളം നഷ്ടം ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ തോതാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും തന്നെ നഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ 0 വാല്യൂ കൊണ്ട് മെൻഷൻ ചെയ്യും. കംപ്ലീറ്റ് അടിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ 1 എന്ന് പറയുന്ന ഒരു വാല്യൂ. അപ്പോൾ അതിൻ്റെ 0 to 1 ഇടയിൽ അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ തോതാണ്, ഡിഗ്രി ഓഫ് ലോസ് ആണ് കാണിക്കുന്നത് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതും പറയുമ്പോൾ നമുക്ക് ക്വാളിറ്റേറ്റീവ് ആണ്, നമ്മളതിനെ ഇവിടെ എന്ത് ചെയ്യുകയാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. ദെൻ എലമെൻ്റ് അറ്റ് റിസ്ക്, എന്തൊക്കെയാണ് റിസ്ക് സംഭവിക്കുന്നത് എന്തിനെയൊക്കെയാണെന്നുള്ളതാണ്, ഏതൊക്കെ എലമെൻറ്റുകൾക്കാണ് റിസ്ക് സംഭവിക്കുക എന്നുള്ളതാണ്. ഏതിനൊക്കെയായിരിക്കും സ്വാഭാവികമായിട്ടും പീപ്പിൾ പോപ്പുലേഷൻ വരുന്നുണ്ട്, പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്, ദെൻ എക്കണോമിക് ആക്ടിവിറ്റീസ്, നമ്മളിപ്പം ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അത്തരം ആക്ടിവിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻക്ലൂഡിങ് പബ്ലിക് സർവീസസ്. ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഈ പറയുന്ന റിസ്ക് താങ്ങേണ്ടി വരുന്ന എലമെൻറ്റുകൾ എന്ന് പറയുന്നതാണ് ഇതൊക്കെയെന്ന് പറയുന്നത്. പോപ്പുലേഷൻ, ആളുകൾ, പ്രോപ്പർട്ടി, എക്കണോമിക് ആക്ടിവിറ്റി, പബ്ലിക് സർവീസസും മറ്റു കാര്യങ്ങളും. ദെൻ റിസ്ക് എന്താണ് എന്നുള്ളത് ദി ആക്ച്വൽ എക്സ്പോഷർ ഓഫ് സംതിങ് ഓഫ് ഹ്യൂമൻ വാല്യൂ ടു എ ഹസാർഡ്. അതായത് എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ടല്ലോ. അതായത് എന്തിനെങ്കിലും ഒരു വാല്യൂ നമ്മൾ കൽപ്പിക്കുന്ന സാധനം അത് നഷ്ടപ്പെടുമ്പോഴല്ലേ നമുക്കതൊരു റിസ്ക്കിലാണെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഗതി എത്രത്തോളം എക്സ്പോസ്ഡ് ആണ് എന്നുള്ളതാണ് ഈ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ മോണിറ്ററി വാല്യൂവിലായിരിക്കും അല്ലെങ്കിൽ ടൈമിലായിരിക്കും. ഓക്കെ, അപ്പോൾ മോണിറ്ററി വാല്യൂ ഉപയോഗിച്ചുകൊണ്ടോ ടൈം ഉപയോഗിച്ചുകൊണ്ടോ ആയിരിക്കും നമ്മൾ ഈ റിസ്കിനെ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ പറയുന്ന റിസ്ക് എന്നൊന്ന് നോക്കാം. സോ universally accepted formula for conducting HVRA is using risk is equal to hazard into vulnerability into amount. എന്താണ് റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹസാർഡ് എന്ന് പറയുന്നത് ആ പ്രോബബിലിറ്റി ഇൻറ്റു വൾണറബിലിറ്റി ഫ്രം 0 to 1 ദെൻ ഇൻറ്റു എമൗണ്ട്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, തീർച്ചയായിട്ടും ഈ എലമെൻറ്റ്സ് ഓഫ് റിസ്കിൻ്റെ വാല്യൂ ആണ്. അതായത് എന്താണോ നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളത് ആ ഉള്ളതിൻ്റെ മോണിറ്ററി വാല്യൂ ആണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത് എമൗണ്ടായിട്ട് കൂട്ടുന്നത്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. സോ റിസ്ക് ഇസ് ഈക്വൽ ടു ഹസാർഡ് ഇൻറ്റു വൾണറബിലിറ്റി ഇൻറ്റു എമൗണ്ട്. ഇനി ഇത്രയും മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നമുക്കിനി അടുത്ത ഇതെന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് എന്താണ് ഈ പറയുന്ന HVRA ചെയ്യുന്നത് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത്. നമുക്ക് ഒന്നെന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന ഹസാർഡിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതനുസരിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒരു കാര്യം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ലഘൂകരിക്കാനുള്ള മിറ്റിഗേഷണൽ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുവഴി ധനനഷ്ടവും മാനഹാനിയൊക്കെ ഒഴിവാക്കാനും പറ്റും. അതായത് ആളുകളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നുണ്ട്, പ്രോപ്പർട്ടി അസറ്റ്സ് ഇവ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതുവഴി ഇമ്പാക്റ്റ് കുറയുക വഴി തന്നെ ക്വിക്കായിട്ടുള്ളൊരു റിക്കവറിയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ദെൻ ഇനി പോളിസി മേക്കേഴ്സിനെ പറ്റിയിട്ട്, അതായത് ഡിസിഷൻ മേക്കേഴ്സും ഗവൺമെൻറ് ലെവലിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്കാണെന്നുണ്ടെങ്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ബേസ്ഡ് ചോയ്സുകൾ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് എന്ത് റിസ്ക് ആയിരിക്കും ഉണ്ടാവുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പം ചില റിസ്ക്കൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. വലിയ രീതിയിലുള്ള റിസ്ക് ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം അതിൽ നിന്നും വലുതായിട്ട് പോവാതിരിക്കാൻ, ഹസാർഡ് വലുതായിട്ട് ടേണായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ റിസ്ക്കുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് ചോയ്സസ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ HVRA നമ്മൾ ചെയ്യുമ്പം
സ്പേഷ്യൽ ആണെന്നുള്ള കാര്യം പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരു പർട്ടിക്കുലർ സ്ഥലത്തുണ്ടാവുന്ന ഹസാർഡിനെ പറ്റിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ചില ഹസാർഡ് ഹോട്ട്സ്പോട്ടുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇന്ന സ്ഥലത്ത് ആ കമ്മ്യൂണിറ്റി വൾണറബിളാണ്. ഇപ്പം ലൈക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കുക, ആ ഏരിയ ലാൻഡ് സ്ലൈഡ് പ്രോണാണ്. അപ്പം അവിടുത്തെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വെച്ചിട്ട് അത് പ്രോണാണ്. ദെൻ അവിടെയുള്ള വീടുകൾ എന്നൊക്കെ പറയുന്നത് എന്താണ് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അല്ല. ദെൻ അവിടെ നിന്നുള്ള ഇവാക്യുവേഷനും മറ്റു കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ആ വൾണറബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ എന്താണ് അതും ഉണ്ട്, വൾണറബിളാണ്. അതൊരു തിക്ലി പോപ്പുലേറ്റഡ് ഏരിയ ആണ്, ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതെന്താണ് റിസ്ക് പൊട്ടൻഷ്യൽ കൂടി വരുവാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഹസാർഡ് സ്പോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവിടെ എന്താണ് നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഇവൻ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് എന്താണ് ഏർലി വാർണിംഗ് സിസ്റ്റംസ് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ തന്ന ഉദാഹരണം വെച്ച് നിങ്ങൾ റിലേറ്റ് ചെയ്യില്ല, ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ലാൻഡ് സ്ലൈഡൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമായിരിക്കും. സുനാമി നമ്മൾ ഓപ്പോസിറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സുനാമി കുറച്ചുകൂടി ഏർലി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ആയിരിക്കുമല്ലോ. അപ്പം ഒരു കോസ്റ്റൽ കമ്മ്യൂണിറ്റി വളരെ എന്താണ് ഇപ്പോൾ മുംബൈ പോലെയൊക്കെയുള്ള ഒരു നഗരമാണെന്ന് വിചാരിക്കുക. എന്താണ് എക്കണോമിക്കലിയും പോപ്പുലേഷൻ വൈസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ് ബിൽഡിംഗ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ എന്താണ് വൾണറബിൾ ആണ് ആ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നേരത്തെ ഏർലി വാർണിംഗ് സിസ്റ്റംസ് അവിടെ നമ്മൾ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ദെൻ എന്താണ് പ്രെഡിക്റ്റീവ് മോഡലുകൾ, വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള പ്രെഡിക്റ്റീവ് മോഡലുകൾ, ഇപ്പം DSS പോലെയൊക്കെയുള്ള സംഗതികളൊക്കെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യങ്ങൾ നോക്കുക. അതിന് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസും ഒക്കെ അതനുസരിച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഇവൻ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് സമയം കിട്ടുന്നു, നമുക്ക് ഇവാക്യുവേഷൻ പ്ലാനുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പം ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പം ക്വിക്കായിട്ട് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുന്നു എന്നൊക്കെ ഉള്ളതാണ്. അതിന് സഹായിക്കുന്ന ഘടകമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഹസാർഡ് വൾണറബിലിറ്റി റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് ക്വാളിറ്റേറ്റീവായിട്ട് സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഏരിയയെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കൊക്കെ പോവുക തുടങ്ങിയ കാര്യങ്ങളാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. നൗ റിസ്ക് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 5 പ്രധാനപ്പെട്ട ഏരിയാസ് വേൾഡ് ബാങ്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താണ് എന്നുള്ളത് പ്രോസസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേൾഡ് ബാങ്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ നമുക്ക് ആ റിസ്ക് മാനേജ്മെൻറ്റ് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ എന്താണ് ഈ 5 കാര്യങ്ങളതിൻ്റെ അതിലെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സോ ദ ഫസ്റ്റ് വൺ ഈസ് ടേക്കിംഗ് ഓൺ റിസ്ക് ഈസ് നെസസറി ടു പെർസ്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെൻറ്റ്. അതായത് റിസ്കിനെ മനസ്സിലാക്കുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. ടേക്കിംഗ് ഓൺ റിസ്ക് എന്ന് പറയുന്ന ഒരു പരിപാടി, അതായത് നമ്മളിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ടുള്ള റിസ്ക് ഇല്ലേ, ആ റിസ്ക് എന്ന് പറയുന്നതാണ് ആക്ച്വലി കൂട്ടത്തിൽ ഏറ്റവും മോശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ചെയ്യാതിരിക്കുന്നത് വഴി ഉണ്ടാകുന്ന റിസ്ക് ഉണ്ടല്ലോ, ഇനാക്ഷൻ കാരണമായിട്ടുണ്ടാകുന്ന റിസ്ക്കാണ് കൂട്ടത്തിൽ ഏറ്റവും വേഴ്സ്റ്റ് എന്ന് പറയുന്നത്. ദെൻ to confront risk successfully, it is essential to shift from unplanned and ad hoc responses when crisis occurs to proactive, systematic and integrated risk management. അതായത് ഒരു റിസ്കിനെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് നേരിടുക എന്ന് പറയുന്നത് ആ റിസ്ക് അല്ലെങ്കിൽ ഒരു ഹസാർഡ് ഉണ്ടാകുമ്പം ഒട്ടും പ്ലാൻഡ് അല്ലാതെ ചാടി ഇറങ്ങി കുറേ പേര് അങ്ങോട്ട് പറക്കി എടുത്തുകൊണ്ട് പോയി അത് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന, അതുപോലെ തന്നെ അഡ്ഹോക്ക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് ഒരു റിസ്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അന്നേരം പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി, അത് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്, അതിനെക്കാട്ടിലും ഏറ്റവും എന്താണ് ബെറ്റർ, അല്ലെങ്കിൽ ഒരു റിസ്കിനെ നമ്മൾ നേരിടേണ്ടതെന്ന് പറയുന്നത് എന്താണ് പ്രൊആക്റ്റീവായിട്ടുള്ള, മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡറായിട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പല തട്ടിലുള്ള ആളുകളെ, പല തട്ടിലുള്ള ഓർഗനൈസേഷൻസ്, ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ അവരെല്ലാം കൂടി ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് റിസ്കിനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ നേരിടുക എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈയിങ് റിസ്ക് ഈസ് നോട്ട് ഇനഫ്. റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നത് മാത്രം ആയതുകൊണ്ട് എന്തായില്ല, കാര്യമായില്ല. The trade-offs and obstacles to risk management must also be identified, prioritized and addressed through private and public action. പ്രൈവറ്റ് പബ്ലിക് ആക്ഷൻ വഴിയായിട്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണെന്നുണ്ടെങ്കിലും നോൺ ഗവൺമെൻറ്റിലായിട്ടുള്ള ഓർഗനൈസേഷൻസും പ്രൈവറ്റ് ഓർഗനൈസേഷൻസും അത്തരം കാര്യങ്ങൾ ചേർന്നിട്ട്, പ്രൈവറ്റ് എൻറ്റിറ്റീസ് ചേർന്നിട്ടാണെന്നുണ്ടെങ്കിലും ശരി, നമ്മൾ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രേഡ് ഓഫുകളും ഒബ്സ്റ്റക്കിളുകളും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് റിസ്ക് മാനേജ് ചെയ്യുന്നതിലുണ്ടാകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പകരത്തിന് പകരം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അതായത് ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുത്താലേ നമുക്ക് ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്.
ആ വേർഡ് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പം ചില ആളുകൾ ജീവിക്കുമ്പം ടോട്ടൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത്, ചിലർ കൂടുതൽ എന്താണ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ ഫാമിലി അങ്ങനെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ കാര്യമായിട്ട് ആക്റ്റീവ് ആയിരിക്കത്തില്ല, ഫാമിലി കൂടെ പോകുന്നു എന്നുള്ളതേ ഉണ്ടായിരിക്കത്തുള്ളൂ. ചില ആളുകൾ ചില ഡിസിഷൻസ് എടുക്കാറുണ്ടല്ലേ, വലിയ ഏൺ ചെയ്യുന്ന ജോബൊക്കെ കളഞ്ഞിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഒന്ന് കളഞ്ഞിട്ടാണ് വേറൊന്നിലേക്ക് വരുന്നത്. അപ്പം എന്താണ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ എന്താണ് ഒന്നിന് പകരം വേറൊന്നെന്നുള്ളൊരു രീതിയിൽ. അപ്പം അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം നമുക്ക് എല്ലാം ഒന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല. ഒരു ഹസാർഡ് വരുമ്പം ചില കാര്യങ്ങൾ വിട്ടുകൊടുത്തിട്ട് ചില വലിയ നഷ്ടങ്ങൾ പോവാതിരിക്കാൻ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. ഇപ്പം വേറൊന്നും അല്ല, ഇപ്പോൾ ഒരു വീട് ഒരു ഹസാർഡിൻ്റെ ഒരു സമയം വരുന്നു. അപ്പം എല്ലാവരും വീട് വിട്ടിറങ്ങി മൂടുകയാണ് ചെയ്യുന്നത്. എന്താണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതുവരെ സമ്പാദിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ഫ്രിഡ്ജും മിക്സിയൊക്കെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യം പോകും. അത് ആ ട്രേഡ് ഓഫിന് ഉദാഹരണമായിട്ട് അത് എടുക്കാം കേട്ടോ. സോ അത് നമ്മൾ അപ്പം ഹസാർഡ് ഇപ്പം ലൈക്ക് റിസ്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം പോരാ, പിന്നെ എന്താണ് അതിൻ്റെ മാനേജ് ചെയ്യാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതേപോലെ തന്നെ ട്രേഡ് ഓഫുകൾ എന്തൊക്കെയാണെന്നുള്ളത്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ എന്താണ് അത് അഡ്രസ്സ് ചെയ്യുക ത്രൂ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ആക്ഷൻ. ദെൻ ഫോർ റിസ്ക് ബിയോണ്ട് ദ മീൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ടു ഹാൻഡിൽ അലോൺ, റിസ്ക് മാനേജ്മെൻറ്റ് റിക്വയർസ് ഷെയർഡ് ആക്ഷൻ. അതായത് ഒറ്റയ്ക്ക് നമുക്ക് ഒരു റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കൂടുതലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് നമ്മൾ കോമൺ ആയിട്ടുള്ള ഷെയർഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എടുക്കുക അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ദ സൊസൈറ്റി, ഫ്രം ഹൗസ് ഹോൾഡ് ടു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി. സൊസൈറ്റിയിലെ എല്ലാവരും ചേർന്നിട്ട്, അത് വീട് മുതലാണെന്നുണ്ടെങ്കിൽ തുടങ്ങി ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി വരെ, പുറത്തു നിന്നുള്ള സഹായം വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരെയുള്ളത്. സോ ഗവൺമെൻറ്റ്സ് ഹാവ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ മാനേജിങ് സിസ്റ്റമാറ്റിക് റിസ്ക്. അതായത് ലാസ്റ്റ് പറയുന്നത് എന്താണ്, ഗവൺമെൻറ്റ്സിന് ഓരോ സ്ഥലത്തെയും അതാത് ഗവൺമെൻറ്റ്സിന് എന്താണ് കാര്യമായിട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യമുണ്ട് റിസ്ക് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പ്രൊവൈഡിങ് ആൻ എനേബിളിംഗ് എൻവയോൺമെൻറ്റ് ഫോർ ഷെയർഡ് ആക്ഷൻ, റെസ്പോൺസിബിലിറ്റി ആൻഡ് ചാനലിംഗ് ഡയറക്റ്റ് സപ്പോർട്ട് ടു വൾണറബിൾ പീപ്പിൾ. അതായത് കോമൺ ആയിട്ട് ഷെയർഡായിട്ട് പ്രവർത്തിക്കുന്നതിന് ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കേണ്ട, ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്ന ആരാണ്, ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ വൾണറബിൾ ആയിട്ടുള്ള ദുർബല വിഭാഗത്തിന്, ഇപ്പം ലൈക്ക് വിമൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ദെൻ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു പീപ്പിൾ, അവരെയൊക്കെ പ്രത്യേക പരിഗണന ചെയ്യുക എന്നുള്ളത്, അവർക്ക് ഡയറക്റ്റ് സപ്പോർട്ട് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ എനേബിളിംഗ് ആയിട്ട് ചെയ്യാൻ കഴിവുള്ളത് ആരാണ്, അല്ലെങ്കിൽ അതിന് ക്രൂഷ്യൽ റോൾ ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേൾഡ് ബാങ്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള 5 കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 5 എന്തൊക്കെയായിരുന്നു? ഒന്നെന്ന് പറയുന്നത് റിസ്ക് ഓഫ് ഇനാക്ഷൻ, ഒന്നും ചെയ്യാതിരിക്കുന്നത് വഴിയുള്ള റിസ്ക് ആണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും വേസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് റിസ്കിനെ നേരിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാതെ റാൻഡമായിട്ട് എന്തെങ്കിലും ചെയ്താൽ പോരാ, പ്ലാൻഡും സ്ട്രാറ്റജിക്കുമായിട്ടൊക്കെ ഉള്ളൊരു രീതിയിൽ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു രീതിയിൽ പ്രൊയാക്റ്റീവായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അങ്ങനെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തതെന്ന് പറയുന്നത് കേവലം റിസ്കിനെ മാത്രം നോക്കി ഇതൊക്കെയാണ് റിസ്ക് എന്നും പറഞ്ഞ് വെറുതെ ഇരുന്നാൽ പോരാ. പിന്നെ അതിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അത് മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ട്രേഡ് ഓഫ്സ് എന്തൊക്കെയാണ്, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പം കോമൺ ആയിട്ടുള്ള ഷെയർഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോവുക. പിന്നെ ഇതിനെല്ലാം എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിലൊരു ക്രിട്ടിക്കൽ റോൾ വഹിക്കാൻ പറ്റുന്നത് ഗവൺമെൻറ്റിനാണ്. അപ്പോൾ അവരത് ചെയ്യുക എന്നുള്ളതും, പിന്നെ വൾണറബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പരിഗണന കൊടുക്കുക എന്നുള്ളതും, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കീ ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജുകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഹസാർഡിനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നു, എങ്ങനെ ഇതൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലേക്കൊക്കെ നമ്മൾ എത്തുന്നു. ഇനി നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കണം. സോ പ്ലാൻ എന്താണ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ഡോക്യുമെൻറ്റ്, വളരെ വിശാലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഡോക്യുമെൻ്റാണ്, ഒരു പേപ്പർ വർക്കാണ് എന്തെന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് അതിനകത്തുള്ളത്? മെഷേഴ്സ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് മിറ്റിഗേഷൻ ഓഫ് ദിയർ ഇഫക്റ്റ്. ഡിസാസ്റ്റർ എങ്ങനെ നമുക്ക് ഒഴിവാക്കാമെന്നുള്ളതും അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതും അടക്കമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പ്ലാനിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ്റഗ്രേഷൻ ഓഫ് മിറ്റിഗേഷൻ മെഷേഴ്സ് ഇൻ ഡെവലപ്മെൻറ്റ് പ്ലാൻസ്. രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പ്ലാൻ, അല്ലെങ്കിൽ ഏത് അതോറിറ്റിയുടെ അണ്ടറിലാണ് ഈ പ്ലാൻ തയ്യാറാക്കുന്ന, അവർ വർക്ക് ചെയ്യുന്ന ഡൊമൈനിലെ ഡെവലപ്മെൻറ്റ് പ്ലാനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത്, മിറ്റിഗേഷൻ മെഷേഴ്സ് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ളത്.
അതിനെ പറ്റിയിട്ട് ഈ പറയുന്ന പ്ലാനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. മെഷേഴ്സ് ഫോർ എഫക്റ്റീവ് പ്രിപ്പറേഷൻ ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ്, കൃത്യമായിട്ടുള്ള തയ്യാറെടുപ്പിനെ പറ്റിയിട്ടും കപ്പാസിറ്റി ബിൽഡിംഗ്, അതായത് ഒരു സമൂഹത്തിന് മൊത്തത്തിൽ എന്ത് ചെയ്യുക, പ്രിപ്പയർ ആക്കി നിർത്തുക എന്ന് പറയുന്നത്, ആളുകളെ പ്രിപ്പയർ ആക്കുക, അറിവ് നൽകുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ കപ്പാസിറ്റി ബിൽഡിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും പ്രിപ്പറേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും തയ്യാറെടുപ്പുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ്, എമർജൻസി സപ്പോർട്ട് ഫങ്ഷൻസ്. അതായത് ഒരു നാട്ടിലൊരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിൽ ഇൻവോൾവ് ആവേണ്ട ആളുകളുണ്ടല്ലോ, അവരുടെ ജോലികളെ പറ്റിയിട്ട് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. റിലീഫ് മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് റിലീഫ് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്, റിലീഫ് മെഷേഴ്സ് എന്തൊക്കെയാണ്, ഒരു ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷം കൊടുക്കേണ്ട സഹായങ്ങളാണ് അതെന്ന് പറയുന്നത്. ദെൻ മെഷേഴ്സ് ഫോർ ഡിസിമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ടു ദ പബ്ലിക്, ജനങ്ങൾക്ക് ഈ പറയുന്ന വിവരങ്ങൾ എത്തുക എന്നുള്ളത്. ഹസാർഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണെന്നല്ലോ, അങ്ങനെ പബ്ലിക് ഡിസിമിനേഷൻ ഓഫ് എനിത്തിങ്, എന്ത് കാര്യങ്ങളെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിലും എന്താണ്, ജനങ്ങൾക്ക് അവരെ ബോധവാന്മാരാക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ മെഷേഴ്സ് അതിലുണ്ടായിരിക്കണം എന്നുള്ളത്. സോ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വിശാലമായിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് എന്തെന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി 2005 പാസ്സാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ അണ്ടറിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുകളെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ലീഗൽ മാൻഡേറ്റ് കിട്ടുന്നത്, ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുകൾക്കുള്ള ലീഗൽ മാൻഡേറ്റ് വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൽ നിന്നാണ്. സോ ആക്ട് പാസ്സാക്കിയത് 2005 അതിൻ്റെ അണ്ടറിൽ നമുക്ക് എന്താണ്, ഓരോ തട്ടിലായിട്ട്, ഗവൺമെൻറ്റിൻ്റെ ഓരോ തട്ടിലായിട്ട് വരുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുകളെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്ഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എന്താണ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ഏരിയ എടുത്തുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി സെക്ഷൻ ഓർഡറിൽ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ സിലബസിൽ ഇനി അങ്ങോട്ട് വരുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫോഴ്സ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇതൊക്കെയും എന്താണ് ഈ പറയുന്ന ആക്ടിൻ്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇറ്റ്സെൽഫ് സിലബസിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ടോട്ടൽ പ്രധാനപ്പെട്ട സെക്ഷൻസ് എല്ലാം ഒന്ന് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ ഫംഗ്ഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ പഠിക്കാം. അപ്പം പ്ലാനിങ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രിപ്പയർനെസ് ഫേസിൽ പ്ലാനിങ് എന്ന് പറയുന്നതിനെ നമുക്ക് തീർക്കാം. അപ്പം സെപ്പറേറ്റ് ആയിട്ട് ബാക്കി ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. സോ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിനെ പറ്റിയിട്ട് സെക്ഷൻ 11 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റേറ്റ് ഡിസാസ്റ്റർ, സ്റ്റേറ്റുകൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ വേണം, അത് 23 ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിനെ പറ്റിയിട്ട് 31 പറയുന്നു. ദെൻ ഓരോ മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അതിന് എന്താണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. അതിനെന്താണ് സെക്ഷൻ 37 അതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞാൽ എന്താണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റുകളിലെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ, അവിടെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനെ പറ്റിയിട്ട് സെക്ഷൻ 40 ഡിസ്കസ് ചെയ്യുന്നു. സെക്ഷൻസൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. മേജർ സെക്ഷൻസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിലും പറയുന്ന ആ ഏരിയാസ് വരുന്നത് മാച്ച് ചെയ്യുന്നിടത്തുള്ള സെക്ഷൻസ് എല്ലാം നോക്കി വെച്ചിരിക്കുക. ദെൻ അക്കോർഡിംഗ്ലി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ വാസ് പ്രിപ്പയർഡ് ഇൻ 2016. 2016 എന്ത് ചെയ്യുന്നുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. 2019 എന്ത് ചെയ്തു, അത് വീണ്ടും റിവൈസ് ചെയ്യുകയാണ് ഉണ്ടായത്. സോ ഇറ്റ് ഫോംസ് ദ ബേസിസ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഫോർ വേരിയസ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഓൾ യൂണിയൻ ടെറിട്ടറീസ് ആസ് വെൽ ആസ് ഫോർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഡിസ്ട്രിക്ട് ക്രിയേഷൻ ഓഫ് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ. അതായത് ഈ പ്ലാനിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് അതിൻ്റെ താഴെ വന്നത്. അതായത് ഇവിടെ നമ്മൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ 2016 വരികയും 19 അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഇതെല്ലാം തയ്യാറാക്കിയത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനും പിന്നെയുള്ള മറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുകളെ പറ്റിയിട്ടും നമുക്ക് ആക്ടിൻ്റെ അണ്ടറിൽ കൊടുത്തിട്ടുള്ള സെക്ഷനുകളും മറ്റും. ഇനി കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ 2016 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ട് കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് മൾട്ടി ഹസാർഡ് ഫ്രെയിംവർക്ക് അപ്രൂവ്ഡ് ഒഫീഷ്യലി ടു ഗൈഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്, മിറ്റിഗേഷൻ, റെസ്പോൺസ്, റിക്കവറി അക്രോസ് കേരള. കേരളത്തിനകത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളല്ലേ അത് അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള കേരള സ്പെസിഫിക് ആയിട്ടുള്ള കേരളം ഫേസ് ചെയ്യുന്ന ഹസാർഡുകളൊക്കെ അടങ്ങുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഡോക്യുമെൻ്റാണ് 2016. സോ ഇറ്റ് അലൈൻസ് വിത്ത് ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി 2009. 2009 വന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസിയുമായിട്ടും 2016 നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനുമായിട്ടും എല്ലാം എന്താണ് ചേർന്ന് നിൽക്കുന്നതാണ് ഈ പറയുന്ന നമ്മളുടെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്.